പുരാതന ബൈസാന്തിയൻ റോമൻ സാമ്രാജ്യത്തിലെ വിനോദങ്ങളും ആഘോഷങ്ങളും കായിക പ്രവർത്തനങ്ങളും മറ്റും നടന്നിരുന്ന സ്ഥലം ഏതെന്നറിയാമോ? ഇതാണ് ആ സ്ഥലം, ഹിപ്പോഡ്രോം, അതായത് ഹോഴ്സ് റേസ് ട്രാക്ക്. AD 2-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തി സെപ്റ്റിമസ് സെർവസ് ഇത് നിർമ്മിച്ചത്. പിന്നീട് കോൺസ്റ്റാന്റിനൈൻ ചക്രവർത്തി ഇത് കൊളോസൽ മാതൃകയിൽ വിപുലീകരിച്ചു. യു ഷേപ്ഡ് ആകൃതിയിലുള്ള ഹിപ്പോഡ്രോമിൽ ദിവസേന കുതിരയോട്ട മത്സരങ്ങൾ, പാട്ടുകൾ, ഡാൻസുകൾ, മാജിക്കുകൾ എന്നിവ കാണികൾക്കായി പ്രദർശിപ്പിച്ചിരുന്നു. ഏകദേശം 60,000-ൽ പരം കാണികൾക്ക് ഈ പ്രകടനങ്ങൾ കാണാനുള്ള ഇരിപ്പിടങ്ങൾ ഈ ഹിപ്പോഡ്രോമിൽ ഉണ്ടായിരുന്നത്രേ. തങ്ങളുടെ അധികാരവും ശക്തിയും കാണിക്കുന്നതിനും ജനങ്ങളെ ആകർഷിക്കാനും ഉത്സാഹഭരിതരാക്കാനും അന്നത്തെ ചക്രവർത്തിമാർ ഈ ഹിപ്പോഡ്രോം ഉപയോഗിച്ചിരുന്നു. അതിനായി ചരിത്രത്തിലെ അമൂല്യങ്ങളായ ശിലകളും ശില്പങ്ങളും ഈ ഹിപ്പോഡ്രോമിൽ അവർ ഉയർത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിലയാണ് ഈജിപ്ഷ്യൻ ഒബലിക്. ഇത് ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന മാർബിൾ ശില്പമാണ്. ഇതിന് സമാന്തരമായി വാൾഡ് ഒബ്ലിക്. ഇത് കോൺസ്റ്റാന്റിനൈൻ ചക്രവർത്തിയുടെ കാലത്താണ് ഉയർത്തപ്പെട്ടത്. ഇതിന് രണ്ടിനെയും ഇടയിലായി സെർപ്പന്റൈൻ കോളം, 3 സർപ്പങ്ങൾ ചുറ്റിപ്പണഞ്ഞു നിൽക്കുന്ന പോലെയുള്ള തൂണുകൾ. ഇത് നിർമ്മിക്കാനുള്ള വെങ്കലങ്ങൾ പേർഷ്യയിൽ നിന്നാണത്രേ കൊണ്ടുവന്നിരുന്നത്. ഹിപ്പോഡ്രോമിന്റെ പ്രവേശന കവാടത്തിൽ അന്നത്തെ ജർമ്മൻ ചക്രവർത്തി വില്യം രണ്ടാമൻ സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമന് പാരിതോഷികമായി നൽകിയ ജർമ്മൻ ഫൗണ്ടൻ നമുക്ക് കാണാൻ സാധിക്കും.